കാർഡ് കണ്ടു. ഒരു മിക്സഡ് ഫീലിംഗ് ആണ് ത്രൂ ഔട്ട് ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതായത് ചില സമയത്ത് എവറേജ് ആയിട്ട് തോന്നും, ചില സമയത്ത് എവറേജ് പോലില്ലെന്ന് തോന്നും, ചില സമയത്ത് എബോ എവറേജ് ആയിട്ട് തോന്നും, ചില സമയത്ത് നല്ലതായിട്ട് തോന്നും. അങ്ങനെ പലതരത്തിലുള്ള ഒരു വികാരങ്ങൾ തോന്നിയ ഒരു മൂവിയാണ് ഈ അനന്തങ്കാട്. അതാണ് ഇതിന്റെ ഒരു പോരായ്മയും ഇതിന്റെ ഒരു ഗുണം എന്ന് പറയാം. കാരണം കംപ്ലീറ്റ്ലി ബോറിംഗ് എന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അതിന് ഏറെക്കുറെ സാധിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മേക്കിംഗ് ക്വാളിറ്റി, കുഴപ്പമില്ലാത്ത മേക്കിംഗ് ക്വാളിറ്റി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മുരളിഗോപിയുടെ ആളുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ സ്ക്രിപ്റ്റ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ഒരു സാധനങ്ങൾ അതിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മൾ എപ്പോഴൊക്കെ ഇങ്ങനെ ബോറടിക്കണം തോന്നുമ്പോൾ അപ്പോൾ ഒരു ഹൈ മൊമെന്റ് വരും. പിന്നെ അങ്ങനത്തെ രീതിയിൽ താവും പൊന്തും അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോകാൻ അറ്റ്ലീസ്റ്റ് മുരളിഗോപിക്ക് പറ്റിയിട്ടുണ്ട്. മുരളിഗോപിയുടെ ഒരു ഡീസന്റ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആദ്യം പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ല രീതിയിൽ അവർ കാശ് ഇറക്കിയിട്ടുണ്ട്. അത് ആണ് ഇതിൽ കാണാൻ സാധിക്കും. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഇതിൽ സ്റ്റണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് തുറന്ന് പറയാം. കാരണം ഹൈ മൊമെന്റ് തരുന്ന പല ഭാഗങ്ങളിലും ആക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ആര്യ അതിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആര്യയ്ക്ക് മെയിൻ ആയിട്ട് ആക്ഷനാണ് ചെയ്യാനുള്ളത്. മറ്റു രംഗങ്ങളിൽ സീൻസ് കുറവാണ്, ഡയലോഗ്സ് കുറവാണ്. ഒരു ചെറിയൊരു സപ്പോർട്ടിംഗ് റോൾ പോലെ ഫീൽ ചെയ്യും. ത്രൂ ഔട്ടുള്ള ഒരു നായകനെ പോലെ ആര്യനെ ഫീൽ ചെയ്യില്ല. നിഖില വിമലൊക്കെ ഇതിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേണം പറയാം. പക്ഷെ മുരളിഗോപി അങ്ങനത്തെ ആൾക്കാർ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ് ഇപ്പൊ ഇന്ദ്രൻസിന്റെ സമയം തോന്നുന്നുണ്ട്. ഇതിൽ ഇന്ദ്രൻസിന്റെ ഒരു സീനും എനിക്ക് ബോറടിച്ചിട്ടില്ല. എല്ലാ സീനിലും എന്തെങ്കിലും ഒരു ഫീല് തോന്നുകയാണ്, അതൊരു നാച്ചുറൽ ആയിട്ട് വരികയാണ്. ഇന്ദ്രൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഒക്കെ അധികം ഫേമസ് അല്ലാത്ത ആൾക്കാരാണ് ചെയ്തേക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും. പക്ഷെ ഗോകുൽ മൂവീസ് ആൻഡ് പ്രൊഡക്ഷൻ, മുരളിഗോപിയുടെ ഞാൻ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ്. പിന്നെ ടിയാനൊക്കെ എടുത്ത GN കൃഷ്ണകുമാറാണ് ഇതിന്റെ ഡയറക്ടറായിട്ട് വന്നേക്കുന്നത്. പിന്നെ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു മിക്സഡ് ഫീലിംഗ് ആണ് പടം ത്രൂ ഔട്ട് എനിക്ക് തോന്നിയത്. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഇത് എന്താണ് നമ്മൾ കേട്ട് മടന്ന കഥയല്ലേ, ഇതെല്ലാം എങ്ങനെ വെച്ചിരിക്കും. അപ്പം എന്തെങ്കിലും ഒരു നല്ല സാധനം വരും, അങ്ങനത്തെ ഒരു മൊമെന്റ് കിട്ടും. ആ മൊമെന്റിലൊക്കെ ഒരു ആക്ഷൻ അതിലൊരു നല്ലൊരു ക്രൂഷ്യൽ റോളാണ്. ആക്ഷനാണ് നമ്മളെ പിടിച്ച് ഇരുത്തിയത് പല സ്ഥലങ്ങളിൽ. അറ്റ്ലീസ്റ്റ് എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊരു എവറേജ് ടു എവറേജ് ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓവറോൾ. സ്റ്റിൽ അതിനുള്ളിൽ ചില നല്ല നിമിഷങ്ങളുണ്ട്, ചിലത് തീരെ കൊള്ളാത്ത സീനുകളാക്കി തോന്നി. എഡിറ്റിംഗ് ഒന്നും ശ്രദ്ധിക്കായിരുന്നു. നമ്മൾ ഓവറോൾ ഒരു മിക്സഡ് ഫീൽ ബാഗ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് അനന്തങ്കാട്. വേണമെങ്കിൽ കണ്ടു നോക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത്രയ്ക്ക് പറയാനുള്ളൂ. അത് അപ് ടു യു. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.